നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. എല്ലാ മലയാളി വാർത്താ പ്രേക്ഷകർക്കും വിഷുദിനാശംസകൾ. നന്മകൾ നിറഞ്ഞ പുതുകാലത്തിനായുള്ള പ്രാർത്ഥനയും പ്രതീക്ഷയുമാണ് ഇന്ന് വിഷു. വിഷുക്കണി കണ്ടുണർന്നും വിഷുക്കൈ നീട്ടം നൽകിയും നാടെങ്ങും ഇന്ന് വിഷു ആഘോഷിക്കുകയാണ്. കാർഷിക സമൃദ്ധിയിലേക്കും ഐശ്വര്യത്തിലേക്കും കണ്ടുറക്കുന്ന പ്രതീക്ഷയുടെ ദിനം കൂടിയാണ് വിഷു. മേടമാസത്തിലെ വിഷുപ്പുലരിയിൽ കാണുന്ന കണിയുടെ പുണ്യവും സൗഭാഗ്യങ്ങളും വർഷം മുഴുവൻ നിലനിൽക്കുമെന്നാണ് വിശ്വാസം. ക്ഷേത്രങ്ങളിൽ ദർശനത്തിന് വിപുലമായ ക്രമീകരണങ്ങളാണ് ചെയ്തിരിക്കുന്നത്. വിഷുവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകളിൽ ഒന്നാണ് വിഷുക്കണി. സമ്പൽ സമൃദ്ധമായ ഭാവി വർഷമാണ് കണി കാണലിന്റെ സങ്കല്പം. വിഷു തലേന്ന് തന്നെ വീടുകളിലും ക്ഷേത്രങ്ങളിലും ഈ കണിയൊരുക്കങ്ങൾ നടക്കുന്നുണ്ട്. കാർഷിക സമൃദ്ധിയുടെ നിറക്കാഴ്ചയും കൂടിയാണ് ഈ കണി. പരമ്പരാഗത രീതി അനുസരിച്ച് നിലവിളക്കിന് മുന്നിൽ ഓട്ടുരുളിയിൽ കുത്തരി നിറച്ച് അതിനു മുകളിൽ കണിക്കൊന്ന പൂവും മാങ്ങയും ചക്കയും നാളികേരവും ഉൾപ്പെടെയുള്ള ഫലവർഗ്ഗങ്ങളും അതുപോലെ തന്നെ ഗ്രന്ഥവും നാണയവും കണ്ണാടിയും കോടിമുണ്ടും എല്ലാം വെച്ചാണ് കണി കാണുക. ഭഗവാന്റെ വിഗ്രഹം അല്ലെങ്കിൽ ചിത്രവും ഒപ്പം വയ്ക്കുന്നുണ്ട്. ഇന്ന് പുലർച്ചെ നിലവിളക്ക് തെളിയിച്ചാണ് കണി കാണാൻ എല്ലാവരും തയ്യാറായത്. തുടർന്ന് കുടുംബത്തിലെ മുതിർന്നവർ കൈനീട്ടം നൽകുകയും ഒക്കെ ചെയ്യും. ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും പൊൻകണി ഒരുക്കി വീണ്ടും ഒരു വിഷുദിനം കൂടി വരുമ്പോൾ നന്മയുടെ ഒരു വർഷം തന്നെ ആയിരിക്കട്ടെ എല്ലാവർക്കും. പ്രതീക്ഷയുടെ കൈനീട്ടം വാങ്ങാനും ഒരു വിഷു കൂടി എത്തിയതിന്റെ ആഹ്ലാദത്തിലാണ് കേരളത്തിലെ എല്ലാവരും. വിഷുക്കണി കണ്ടുണർന്നും വിഷുക്കൈ നീട്ടം നൽകിയും നാടെങ്ങും ഇന്ന് വിഷു ആഘോഷിക്കുമ്പോൾ ഇതേ ഐശ്വര്യം ഈ എല്ലാ മുഴുവർഷങ്ങളും ഈ ഒരു എല്ലാ വർഷവും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി മലയാളി വാർത്താ പ്രേക്ഷകർക്ക് വിഷു ആശംസകൾ നേരുന്നു.